ഇന്ത്യൻ പ്രീമിയർ ലീഗ് പുതിയ സീസണിൽ ഇതുവരെ കിരീടം നേടാത്ത രണ്ട് ടീമുകൾ ഫൈനലിൽ പ്രവേശിച്ചതിന്റെ ആവേശത്തിലാണ് ക്രിക്കറ്റ് ആരാധകർ. കഴിഞ്ഞ 18 വർഷമായി IPL കളിച്ചിട്ടും കിരീടത്തിൽ മുത്തമിടാൻ കഴിയാത്ത റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും പഞ്ചാബ് കിങ്സും ഇത്തവണ കിടിലൻ ഫോമിലാണ്. ആദ്യ ക്വാളിഫയറിൽ പഞ്ചാബിനെ തകർത്തുവിട്ടതിന്റെ ആത്മവിശ്വാസത്തിലാണ് RCB. ഒന്നാം ക്വാളിഫയറിൽ തോറ്റിട്ടും മുംബൈ ഇന്ത്യൻസിനെതിരെ ശക്തമായി തിരിച്ചെത്താൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസം പഞ്ചാബ് കിങ്സിനുമുണ്ട്. RCBയെ സംബന്ധിച്ച് ഇത് 4ാമത്തെ IPL ഫൈനലാണ് അവർ കളിക്കാൻ പോകുന്നത്. ഇത്രയും അവസരങ്ങൾ കിട്ടിയിട്ടും കപ്പ് നേടാനാകാത്തതിൻ്റെ നിരാശകളെല്ലാം ഇത്തവണ ഇല്ലാതാക്കാമെന്നാണ് ആരാധകരുടെയും പ്രതീക്ഷ. 3 IPL ഫൈനലുകൾ പരാജയപ്പെട്ടതിന് പുറമെ ചാമ്പ്യൻസ് ലീഗ് T20 ഫൈനലിലും RCB പരാജയപ്പെട്ടിട്ടുണ്ട്. ഫൈനലുകളിലെ RCBയുടെ ഇതുവരെയുള്ള പ്രകടനങ്ങൾ എങ്ങനെയായിരുന്നു എന്നാണ് പറയാൻ പോകുന്നത്. IPL ആരംഭിച്ച് 2ാം സീസണിൽ തന്നെ ഫൈനലിൽ എത്താൻ RCBക്ക് സാധിച്ചിരുന്നു. 2009 IPL ഫൈനലിൽ ഓസീസ് ഇതിഹാസം ആദം ഗിൽക്രിസ്റ്റ് നായകനായ ഡെക്കാൻ ചാർജേഴ്സിനെതിരെ 6 റൺസിനായിരുന്നു RCBയുടെ തോൽവി. അനിൽ കുംബ്ലെ ആയിരുന്നു RCBയുടെ ക്യാപ്റ്റൻ. ജോഹന്നാസ്ബർഗിലെ ദി വാണ്ടറേഴ്സ് സ്റ്റേഡിയത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഡെക്കാൻ ചാർജേഴ്സ് 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 143 റൺസ് നേടി. 4 ഓവറിൽ 16 റൺസ് മാത്രം വഴങ്ങി 4 വിക്കറ്റുകൾ വീഴ്ത്തിയ അനിൽ കുംബ്ലെ ആയിരുന്നു RCB നിരയിൽ തിളങ്ങിയത്. ഡെക്കാൻ ചാർജേഴ്സ് ബോളർമാരും തിരിച്ചടിച്ചതോടെ RCBയുടെ മറുപടി 137-9 എന്ന നിലയിൽ അവസാനിച്ചു. ഈ സീസണിലും RCBയുടെ താരമായ വിരാട് കോഹ്ലി അന്ന് 8 പന്തിൽ 7 റൺസ് എടുത്ത് പുറത്തായിരുന്നു. RCBയുടെ ക്യാപ്റ്റൻ അനിൽ കുംബ്ലെ മാൻ ഓഫ് ദി മാച്ച് ആയെങ്കിലും കപ്പ് ഡെക്കാൻ ചാർജേഴ്സ് കയ്യിലാക്കി. 2 വർഷങ്ങൾക്ക് ശേഷം 2011 വീണ്ടും RCB ഫൈനൽ കളിച്ചു. 2008 റണ്ണേഴ്സ് അപ്പും 2010 ചാമ്പ്യന്മാരുമായ ചെന്നൈ സൂപ്പർ കിങ്സ് ആയിരുന്നു RCBയുടെ ഫൈനലിലെ എതിരാളികൾ. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ RCB ബോളർമാരെ അടിച്ചൊതുക്കി. ഓപ്പണർമാരായ മൈക്ക് ഹസിയും മുരളി വിജയുമാണ് അതിന് നേതൃത്വം നൽകിയത്. 20 ഓവർ അവസാനിക്കുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 205 റൺസ് എന്ന കൂറ്റൻ സ്കോറിലേക്ക് ചെന്നൈ എത്തിയിരുന്നു. മൈക്ക് ഹസി 45 പന്തിൽ 63 റൺസും മുരളി വിജയ് 52 പന്തിൽ 95 റൺസും നേടി. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ബംഗളൂരുവിനെ രവിചന്ദ്ര അശ്വിൻ്റെ നേതൃത്വത്തിൽ ചെന്നൈ ബോളർമാർ പിടിച്ചുകെട്ടി. 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 147 എന്ന സ്കോറിൽ RCBയുടെ ബാറ്റിംഗ് അവസാനിച്ചു. വിരാട് കോഹ്ലി 32 പന്തിൽ 35 റൺസാണ് ഈ മത്സരത്തിൽ നേടിയത്. MS ധോണിയുടെ ക്യാപ്റ്റൻസിയിൽ ചെന്നൈയുടെ 2ാം കിരീടമായിരുന്നു ഇത്. ന്യൂസിലാൻഡ് ഇതിഹാസ താരം ഡാനിയൽ വെട്ടോറി ആയിരുന്നു അന്ന് RCBയുടെ ക്യാപ്റ്റൻ. 2016 അതിനുശേഷം RCB IPL ഫൈനൽ കളിക്കുന്നത്. വിരാട് കോഹ്ലിയുടെ നേതൃത്വത്തിൽ ക്രിസ് ഗെയിലും AB ഡിവില്ലിയേഴ്സും ഷെയ്ൻ വാട്സണും KL രാഹുലും അടങ്ങുന്ന ശക്തമായ ടീമായിരുന്നു RCBയുടേത്. എന്നാൽ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ 8 റൺസിന് RCB പരാജയപ്പെട്ടു. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത സൺറൈസേഴ്സ് 7 വിക്കറ്റ് നഷ്ടത്തിൽ 208 റൺസ് നേടിയപ്പോൾ RCBയുടെ മറുപടി 200 റൺസിൽ അവസാനിച്ചു. ഓപ്പണർമാരായ ക്രിസ് ഗെയിലും വിരാട് കോഹ്ലിയും തകർപ്പൻ അർദ്ധ സെഞ്ചുറികൾ നേടിയിട്ടും മധ്യനിരയിലെ തകർച്ച ബംഗളൂരുവിന് തിരിച്ചടിയായി. കോഹ്ലി 35 പന്തിൽ 54 റൺസും ഗെയിൽ 38 പന്തിൽ 76 റൺസുമാണ് സ്വന്തം പേരിൽ കുറിച്ചത്. ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഒരുപോലെ തിളങ്ങിയ ബെൻ കട്ടിംഗ് ആയിരുന്നു മത്സരത്തിലെ മാൻ ഓഫ് ദ മാച്ച്. 2011 RCBയുടെ ചാമ്പ്യൻസ് ലീഗ് T20 ഫൈനലിലെ പരാജയം. ചെന്നൈയിൽ വെച്ച് നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസിനെ RCB ബോളർമാർ വിറപ്പിച്ചു. 20 ഓവറിൽ 139 റൺസിന് മുംബൈ ഓൾ ഔട്ടായി. രാജു ഭട്കൽ 3 വിക്കറ്റുകളും ഡാനിയൽ വെട്ടോറി 2 വിക്കറ്റുകളും നേടി. എന്നാൽ മുംബൈയേക്കാൾ വലിയ തകർച്ചയാണ് RCB ഏറ്റുവാങ്ങിയത്. 19.2 ഓവറിൽ 108 റൺസിന് RCB ഓൾ ഔട്ട് ആയതോടെ മുംബൈ 31 റൺസിന് വിജയിച്ചു. 19 പന്തിൽ 11 റൺസായിരുന്നു അന്ന് കോഹ്ലിയുടെ സമ്പാദ്യം. IPLും ചാമ്പ്യൻസ് ലീഗും ഉൾപ്പെടെ 4 ഫൈനലുകൾ തോറ്റ ചരിത്രവുമായാണ് RCB പഞ്ചാബ് കിങ്സിനെ നേരിടാനൊരുങ്ങുന്നത്. മറുവശത്ത് പഞ്ചാബ് തങ്ങളുടെ 2ാം IPL ഫൈനലാണ് കളിക്കുന്നത്. 2014 IPL ഫൈനലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ 3 വിക്കറ്റുകൾക്ക് പഞ്ചാബ് പരാജയപ്പെടുകയായിരുന്നു. എന്തായാലും ഇത്തവണത്തെ ഫൈനൽ 2 ടീമുകളെ സംബന്ധിച്ചും സുപ്രധാനമാണ്. IPL ഫൈനലുകളിൽ 4 പിഴക്കുന്ന ടീമായി RCB മാറുമോ അതോ 18ാം സീസണിൽ കോഹ്ലിയുടെ 18ന്റെ ഭാഗ്യത്തിൽ കപ്പടിച്ച് കയറുമോ എന്ന കാര്യം അറിയാനായി ജൂൺ 3 വരെ കാത്തിരിക്കാം. അവസാന മത്സരത്തിൽ പഞ്ചാബിനെ RCB മുട്ടുകുത്തിച്ച അതേ പ്രകടനം പുറത്തെടുക്കാനായാൽ RCBക്ക് കാര്യങ്ങൾ എളുപ്പമാകും. എന്നാൽ പഞ്ചാബിന്റെ തിരിച്ചുവരവിനെ നിസ്സാരമായി കാണാൻ കഴിയില്ല.